നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഗ്രേസ് ടി വിയുടെ സകല പ്രേക്ഷകരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ചെറുതും വലുതുമായ ആത്മീയ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളിലും മേഖലകളിലും ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് 56-ാം സങ്കീർത്തനം 3-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം, മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ ദാവീദ് ഒരു സ്വർണ്ണഗീതമാണ് ഇവിടെ ചമയ്ക്കുന്നത്. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചതായ എഴുതിയതായ ഒരു സങ്കീർത്തനമാണ് 56-ാം സങ്കീർത്തനം. പ്രതികൂലങ്ങൾ തനിക്ക് നേരെ കടന്നു വന്നപ്പോൾ ശത്രുക്കൾ തൻ്റെ ജീവനെ അപായപ്പെടുത്താൻ നോക്കിയപ്പോൾ ദാവീദിനെ കൊന്നുകളയുവാൻ, ഗത്തിൽ വെച്ച് നശിപ്പിച്ച് കളയുവാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് തലമുടി നാരിൽ രക്ഷപ്പെട്ട് ദാവീദ് മുമ്പോട്ട് ഓടുമ്പോൾ രക്ഷപ്പെട്ട ശേഷം യഹോവയെ മഹത്വപ്പെടുത്തുവാൻ ദാവീദ് ചമച്ച ഒരു സങ്കീർത്തനമാണ് 56-ാമത്തെ സങ്കീർത്തനം. ഈ 56-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഇവിടെ ദാവീദ് പറയുകയാണ്: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഭയം ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഭയം, പലതിനെക്കുറിച്ചുള്ള ഭയം, നാളെക്കുറിച്ചുള്ള ഭയം, മക്കളെക്കുറിച്ചുള്ള ഭയം, ഭർത്താവിനെക്കുറിച്ചുള്ള ഭയം, ജോലിയെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ഭയം, എടുത്ത ലോണ് തിരിച്ചടയ്ക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഭയം എന്ന ഒട്ടനവധി ഭയങ്ങൾ മനുഷ്യന് നേരെ അലതല്ലി നിൽക്കുമ്പോൾ ആ ഭയത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. പുണ്യസ്ഥലങ്ങളിലും മലകളിലും താഴ്വരകളിലും പ്രാർത്ഥനാ ഗോപുരങ്ങളിലൊക്കെ മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഭയം മാറാൻ വേണ്ടി. ഇവിടെ ദാവീദ് പറയുകയാണ്, ദാവീദിന് ഭയം വരുമ്പോൾ ദാവീദ് ചെയ്യുന്നത് പുണ്യസ്ഥലങ്ങളിൽ പോകുകയോ മനുഷ്യരിൽ അഭയം പ്രാപിക്കുകയോ ചെയ്യുന്നതല്ല. ദാവീദ് ചെയ്യുന്നത് യഹോവയിൽ ആശ്രയിക്കും. ദാവീദിനൊന്നറിയാം, എൻ്റെ ഭയത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും പറ്റില്ല. എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ ഈ ഭയത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയൂ. ചില നാളുകൾക്ക് മുമ്പ് കൊച്ചുമോൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ തൻ്റെ ഇളയ മകളുമായി പ്രാർത്ഥിക്കുവാനായി എൻ്റെ അടുക്കൽ വന്നു. ആ മകളുടെ പ്രശ്നം, തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ പറ്റുന്നില്ല. ലൈറ്റ് അണയ്ക്കുമ്പോൾ ഭയമുണ്ടാകുകയാണ്. ഒരു റൂമിനകത്ത് തന്നെ കിടക്കാൻ പറ്റുന്നില്ല. ആ കുട്ടി ഇരുന്ന് കരയും, അലറി വിളിച്ച കരയുന്നത്. ചെറിയ പ്രശ്നമല്ല. സ്കൂളിൽ പോകുമ്പോൾ കരയും. വാഹനത്തിൽ കയറുമ്പോൾ തനിക്ക് ഭീതി ഉണ്ടാകുന്നു. ഒരിടത്ത് തനിച്ചിരിക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാകണം. ആ കുട്ടിയുടെ പ്രോബ്ലം അതായിരുന്നു. പക്ഷെ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ കുഞ്ഞിനെ പരിപൂർണമായി വിടുവിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അല്പം വെള്ളം ആ കുഞ്ഞിന് പ്രാർത്ഥിച്ചു കൊടുക്കാൻ. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി അല്പം വെള്ളം ഗ്ലാസ്സിലെടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു: കർത്താവേ, ഈ കുഞ്ഞിനെ ഭയപ്പെടുത്തുന്ന, ഈ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും തടയുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന പോര് എന്താണെങ്കിലും, അതൊരു പൈശാചിക കെട്ടാകാം, അതെന്താണെങ്കിലും ഇപ്പോൾ ആ കുട്ടി സൗഖ്യമാകണം എന്ന്
ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ആ വെള്ളം കൊടുത്തപ്പോൾ പിന്നീട് ഞാൻ അറിഞ്ഞത്, ആ കൊച്ചുമോൻ എന്ന് പറയുന്ന സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞത്, ദേവദാസനെ, പിന്നീട് അങ്ങനെ ഒരു പ്രയാസം എൻ്റെ കുഞ്ഞ് അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദുർശക്തിയാണ് ഭയത്തെ കൊണ്ടുവരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്ന ദൈവമല്ല. ദൈവം ആർക്കും ഭയം കൊടുക്കുന്നവനല്ല. അന്ധകാര ശക്തി, ദുർശക്തി, ദുർമന്ത്രവാദ ശക്തി, പോരാട്ടങ്ങൾ. നിന്റെ കൊച്ചു നന്നായി പഠിക്കുന്നു എന്ന് കാണുമ്പോൾ, നല്ല ജോലി നേടുന്നു എന്ന് കാണുമ്പോൾ, നല്ല കുടുംബജീവിതം നയിക്കുന്നു എന്ന് കാണുമ്പോൾ, അസൂയയുള്ള ആളുകൾ നിനക്ക് നിന്റെ തലമുറയ്ക്കും നേരെ വെച്ചുണ്ടാക്കുന്ന അന്യാരാധന ശക്തി, അതിൻ്റെ ശക്തി ചിലപ്പോൾ നിന്നെ അറ്റാക്ക് ചെയ്തെന്ന് വരാം. പ്രാർത്ഥിക്കുന്നതിനെ തൊടത്തില്ല കേട്ടോ, ആരാധിക്കുന്നവനെ തൊടത്തില്ല. പക്ഷെ ചില സമയങ്ങളിൽ താളം തെറ്റിപ്പോകുന്ന അവസ്ഥകൾ. ഇവിടെ ഈ കൊച്ചുമോൻ്റെ വീട്ടിലും അവരുടെ ഇളയ മകൾക്ക് സംഭവിച്ച വിഷയം അത് തന്നെയാണ്. പഠനത്തെ അത് ബാധിക്കുന്നു, ഉറക്കത്തെ അത് ബാധിക്കുന്നു, അവളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു. ഭയം വല്ലാതെ ആ മകളെ അലട്ട തുടങ്ങി. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ, യഹോവയിൽ ആശ്രയിച്ചപ്പോൾ ആ ഭയം അവളെ വിട്ടെന്ത് ചെയ്തു? ഓടിപ്പോയി എന്നാണ് അവിടുത്തെ കാര്യം. അപ്പോൾ ഭയം വരുമ്പോൾ നാം എന്താ ചെയ്യണ്ടേ? യഹോവയിൽ ആശ്രയിക്കണം. എനിക്കറിയാം, ഇന്ന് ധാരാളം പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ഒരു വേദനയാണ് ഞാൻ ഇന്ന് പകൽ പറയുന്നത്. നിങ്ങൾ ചില വിഷയത്തിൽ ഭയന്നിരിക്കുക അല്ലേ? നാളെ എന്താണ് സംഭവിക്കുന്നത്? നാളെ സൂര്യൻ ഉദിച്ചാൽ എൻ്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ വീട് എങ്ങനെ മുമ്പോട്ട് പോകും? എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഭയമാണ്. ഇന്ന് നമ്മൾ ഭയക്കേണ്ട ഒരു കാലഘട്ടം കൂടെ ആയിരിക്കുകയാണ്. വീട് വിട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് തിരികെ വരിക? രാവിലെ കുറച്ച് പാഠപുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കുകളും പറക്കി ബാഗിലിട്ട് ഒരു ടിഫിൻ ബോക്സുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുഞ്ഞ് തിരികെ വരുമ്പോൾ അവൻ്റെ സ്കൂൾ ബാഗിനകത്ത് അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവൻ്റെ ബാഗിനകത്ത് ടെക്സ്റ്റ് ബുക്ക് മാത്രമാണോ അതോ മാരകമായ എന്തെങ്കിലും പദാർത്ഥങ്ങളും കൊണ്ടാണോ വരുന്നതെന്നുള്ള ഭയം ഇന്ന് മനുഷ്യകുലത്തിൽ മാതാപിതാക്കളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോകം വല്ലാത്ത ഒരവസ്ഥയെ കൂടെ കടന്നു പോവുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും MDMA പോലെയുള്ള പല പ്രയാസങ്ങൾ നമ്മുടെ തലമുറകൾ നേരിട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ആരെങ്കിലും ഭയക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചാൽ, യേശുവേ എന്ന് നിങ്ങൾ വിളിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, യേശുവിൽ ആശ്രയിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവം നിങ്ങളുടെ ഭയത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. നോക്കുക, കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, ബഹിരാകാശത്ത് പോയ 2 പേരുടെ ചരിത്രം നമ്മൾ കണ്ടല്ലോ, അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത്, ഞങ്ങൾ ഈ കഴിഞ്ഞ 9 മാസം ഈ പേടകത്തിനകത്ത് ആ ബഹിരാകാശത്തിൽ ഞങ്ങളായിരുന്നത് യേശു ഞങ്ങളെ സഹായിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ ഭയം അവരെ വല്ലാതെ അലട്ടിക്കളഞ്ഞേനെ, മാനസികമായി തകർന്നു പോയാനെ. അപ്പൊ ദൈവത്തിന് മാത്രമേ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ കഴിയൂ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും തകർന്നു പോകുകയില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ പിശാച് ഭയം കൊണ്ടുവരുന്നത്, അവിടെ നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ യെഹോശഫാത്തിനെ കുറിച്ച് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ ആരാമ്യ പടക്കൂട്ടവും മോവാബിയ പടക്കൂട്ടവും കൂടെ ഒരു വലിയ ജനസാഗരം കടലിനക്കരെയായി യെഹോശഫാത്തിനു നേരെ യുദ്ധം ചെയ്യാൻ കടന്നു വരുമ്പോൾ, യെഹോശഫാത്ത് ദൈവസന്നിധിയിൽ ആശ്രയിച്ചു, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യെഹോശഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട യഹൂദയിലൊക്കെയും
ഒരു ഉപവാസം നോക്കിക്ക് പ്രസിദ്ധം ചെയ്തു. യഹോശഫാത്ത് എന്തു ചെയ്തു? ഭയപ്പെട്ടു. എന്താ കാര്യം? മോവാബ്യരും അമ്മോന്യരും യഹോശഫാത്തിനെതിരെ യുദ്ധത്തിന് വേണ്ടി അണിനിരന്ന് നിൽക്കുകയാണ്. ഏതു സമയവും യഹോശഫാത്തിനെയും തൻ്റെ കൂടെയുള്ള യഹൂദ ജനത്തെയും നശിപ്പിച്ചു കളയുവാൻ ആയുധവാഹികളായി ആയുധം ധരിച്ചുകൊണ്ട് വെല്ലുവിളിയോടുകൂടെ യഹോശഫാത്തിനെതിരെ നിൽക്കുകയാണ്. കടൽപ്പുറം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അവിടെ യഹോശഫാത്ത് ചെയ്തതും 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം, യഹോശഫാത്ത് ഭയപ്പെട്ടു. ആദ്യം അവിടെ എഴുതിയിരിക്കുന്ന യഹോശഫാത്ത് ഭയപ്പെട്ടു. പക്ഷെ ഭയപ്പെട്ട യഹോശഫാത്ത് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട്, അപ്പൊ ഭയം വന്നപ്പോൾ യഹോശഫാത്ത് എന്താ ചെയ്തേ? യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. അപ്പോൾ ദൈവഭക്തൻ എന്താ ചെയ്തേ? അവനെതിരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോൾ അവൻ തകർന്നു പോയെന്നല്ല, പേടിച്ചോടിയെന്നല്ല, തൻ്റെ ഭയം ഉള്ളിൽ വന്നപ്പോൾ അവൻ യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി യഹോവയെ അവൻ അന്വേഷിച്ചു. അങ്ങനെ യഹോവയെ അന്വേഷിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന 12-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നേരെ വരുന്ന ഈ ശത്രുവിനെ തടയാൻ ഞങ്ങൾക്ക് ശക്തി ഇല്ല. എന്ത് ചെയ്യണം? ഈ ആരാമ്യ പടക്കൂട്ടത്തെയും ഈ മോവാബ്യ പടക്കൂട്ടത്തെ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നിട്ട് യഹോശഫാത്ത് പറയുക, എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് തിരിച്ചിരിക്കുന്നു. യഹോശഫാത്ത് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നിമിത്തം അവർ ഉപവസിച്ചു. കുഞ്ഞുകുട്ടികളും ആബാലവൃത്തവും സ്ത്രീയും പുരുഷനും എല്ലാവരും, യഹൂദ ജനം മുഴുവനും ഉപവസിച്ച് യഹോവയെ ആശ്രയിച്ചപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, അപ്പോൾ യഹോശഫാത്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് യഹോശഫാത്ത് നമസ്കരിച്ചപ്പോൾ 27-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നു, യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിക്കൊടുത്തു. ജയസന്തോഷം നൽകിക്കൊടുത്തു. നോക്കുക, 2 ശക്തികൾ യഹോശഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ മോവാബ്യരും അമ്മോന്യരും പടചേർത്ത് യഹോശഫാത്തിനെതിരെ വന്നപ്പോൾ യഹോശഫാത്ത് പറയുക, ഈ ജനത്തെ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കതിനുള്ള ശക്തിയില്ല, നിന്നിലേക്ക് ഞങ്ങളുടെ കണ്ണുയർത്തുന്നു എന്ന് പറഞ്ഞ് യഹോശഫാത്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുയർത്തി ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് അവർ കുഞ്ഞുകുട്ടികൾ ആബാലവൃദ്ധം ഉപവസിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ എന്ത് ചെയ്തു? ശത്രുക്കളുടെ മേൽ ജയസന്തോഷം വരുത്തി. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, ശത്രുക്കളുടെ മേൽ ജയസന്തോഷം വരുത്താൻ, നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിനക്ക് നേരെ യുദ്ധം ചെയ്യുന്ന, നിന്റെ നന്മയെ നശിപ്പിക്കാൻ നോക്കുന്ന, നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്ന, നിന്റെ ആയുസ്സിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന, നിന്റെ ജോലിയിൽ നിനക്ക് തകർച്ച വരുത്താൻ നോക്കുന്ന ശത്രുക്കളുടെ മേൽ ജയസന്തോഷം വരുത്തണമെങ്കിൽ, നിനക്ക് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ, ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ മനുഷ്യരിൽ നീ ആശ്രയിക്കരുത്, മാനേജ്മെന്റിൽ നീ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ നീ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത ഒരു മനുഷ്യബന്ധങ്ങളിൽ നീ പോയി അകപ്പെടരുത്. പകരം യഹോവയെങ്കിലേക്ക് യഹോശഫാത്ത് നോക്കിയതുപോലെ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് കണ്ണുയർത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ യഹോവ ശത്രുക്കളുടെ മുമ്പാകെ നിനക്ക് ജയസന്തോഷം വരുത്തും. അവിടെ എഴുതിയിരിക്കുന്ന പദം എങ്ങനെയാ? ജയസന്തോഷം. അപ്പോൾ വെറും ഒരു ജയമല്ല, സന്തോഷം നിലനിൽക്കുന്ന ഒരനുഭവം ദൈവം നിനക്ക് നൽകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ശത്രുവിനെ ഭയക്കരുത്. ഭയപ്പെടുമ്പോൾ നീ യഹോവയിൽ ആശ്രയിക്കണം. പ്രതികൂലത്തെ നീ ഭയക്കരുത്.
വെല്ലുവിളിയെ നീ ഭയക്കരുത്. നിനക്കെതിരെ നിൽക്കുന്ന യുദ്ധത്തിന് അണിനിരക്കുന്ന അമ്മോനിയരെയോ മോബാബിയരെയോ നീ ഭയക്കരുത്. ആര് നിനക്കെതിരെ കണ്ണുരുട്ടി കാണിച്ചാലും വാക്കുകൾ എറിഞ്ഞിട്ടാലും നീ അതിനെ ഭയക്കരുത്. നീ നോക്കേണ്ടത് യഹോവയുടെ മുമ്പിലേക്കാണ്. യഹോശഫാത്ത് യഹോവയുടെ മുമ്പിലേക്ക് കണ്ണുകൾ ഉയർത്തി. വേദപുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നാണെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ. ദൈവം നിങ്ങൾക്ക് ആശ്രയമായി, അനുഗ്രഹമായി, വിടുതലായി നിങ്ങൾക്കരികിലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയം വരുമ്പോൾ അവനിൽ എന്ത് ചെയ്യുക? ആശ്രയിക്കുക. എന്നെക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഭയക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഭയം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഈ സന്ദേശം നിങ്ങളോടാ. നീ യഹോവയിൽ ആശ്രയിച്ചാൽ മതി. ദൈവം നിങ്ങളുടെ ഭയം മാറ്റും. ദൈവം വഴി തുറക്കും. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, കുടുംബത്തെ അനുഗ്രഹിക്കും. നിങ്ങളുടെ വീടിനകത്ത് സമൃദ്ധിയും അഭിവൃദ്ധിയും ദൈവം തരും. ഒന്നും കൊണ്ടും ഭയക്കേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കട്ടെ. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ ഇന്ന് പകൽ ഉറപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഭയക്കുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കാൻ ദാവീദ് ഭയന്നു. ഗത്തിൽ വെച്ച് തന്നെ പിടിച്ചു കൊന്നുകളയാൻ ആലോചിച്ചു. അവിടെ യഹോവയുടെ മുമ്പിൽ ദാവീദ് നോക്കി. ദാവീദ് ഭയപ്പെട്ടപ്പോൾ ദൈവത്തെങ്കിലേക്ക് നോക്കി. യഹോശഫാത്ത് ഭയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. കർത്താവേ, ഞങ്ങൾക്കും ഭയം വരുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിക്കണം, കൃപയിൽ മറയ്ക്കണം, പോരുകളെ ശാസിക്കണം, രോഗങ്ങൾ സൗഖ്യം കൊടുക്കണം, കടഭാരം മാറ്റണം, അത്ഭുതം ദൈവം ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഇന്ന് തന്നെ ഇത് ഷെയർ ചെയ്യുക. ഭയം മാറട്ടെ. കർത്താവിന് അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.